എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം. ലോകാത്ഭുതങ്ങളിൽ ഇടം നേടിയ നമ്മുടെ താജ്മഹലിലെ കാഴ്ചകൾ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും സ്വപ്നമാണ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തൻ്റെ ഇഷ്ടഭാര്യയായ മുംതാസ് മഹലിൻ്റെ സ്മാരകമായി ആഗ്രയിലെ യമുനാ തീരത്ത് നിർമ്മിച്ച ആ താജ്മഹലിലേക്കാണ് ഈ യാത്ര. ധാരാളം സ്വദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. 3 ഗേറ്റുകളിലൂടെ നമുക്ക് ഇതിനകത്ത് കടക്കാം. മലിനീകരണമുണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് ഈ കെട്ടിടത്തിൻ്റെ അടുത്ത് പ്രവേശനമില്ല. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തു നിന്നും ഇലക്ട്രിക് വാഹനങ്ങളിലോ നടന്നോ വേണം ഉള്ളിൽ പ്രവേശിക്കാൻ. ഈ യാത്രയും രസകരമാണ്. ചുറ്റുപാടും കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകാം. വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും സൂര്യോദയത്തിന് 1 മണിക്കൂർ മുമ്പ് മുതൽ സൂര്യാസ്തമയത്തിന് 45 മിനിറ്റ് മുമ്പ് വരെ താജ്മഹലിലെ കാഴ്ചകൾ കാണാൻ അനുവാദമുണ്ട്. കൂടാതെ വെളുത്തവാവ് ദിവസം നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഈ വെണ്ണക്കൽ മാളികയുടെ സൗന്ദര്യം ആസ്വദിക്കാനും സഞ്ചാരികളെ അനുവദിക്കും. ഇലക്ട്രിക് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാൽ പ്രവേശന കവാടത്തിലെത്താൻ 300 മീറ്ററോളം പിന്നെയും നടക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്കാർക്കും വിദേശീയർക്കും വ്യത്യസ്ത പ്രവേശന ഫീസാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കുന്നിടം മുതൽ താജ്മഹലിൻ്റെ ചരിത്രം വിശദമായി അറിയാൻ വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പാതയുടെ ഇരുവശത്തും ധാരാളം ചിത്രങ്ങളും കുറിപ്പുകളും ഒരുക്കിയിരിക്കുന്നു. സഞ്ചാരികളെ ആകർഷിക്കാനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിവരണ രീതിയാണ് ഇപ്പോഴുള്ളത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള മസ്ജിദും കിഴക്കും പടിഞ്ഞാറും വശങ്ങളിലുള്ള പവലിയനുകളും ചേർന്നതാണ് താജ്മഹൽ. 42 ഏക്കർ പരന്നു കിടക്കുന്നിടത്താണ് ഈ അത്ഭുത കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. 1648 ശവകുടീരത്തിൻ്റെ പണി പൂർത്തിയായെങ്കിലും 5 വർഷം കൂടി എടുത്താണ് മറ്റു പണികൾ പൂർത്തിയാക്കിയത്. മുംതാസ് മഹലിൻ്റെ 12ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 1653 ഫെബ്രുവരി 6-നാണ് ഷാജഹാൻ ഈ ശവകുടീരത്തിൽ ആദ്യ ചടങ്ങ് നടത്തിയത്. 20,000-ഓളം തൊഴിലാളികൾ 5 വർഷമെടുത്ത് നിർമ്മിച്ച പൂന്തോട്ടവും ചുറ്റുമുള്ള കെട്ടിടങ്ങളുമാണ് ഇവിടെ കാണുന്നത്. ഇൻഡോ ഇസ്ലാമിക് മുഗൾ വാസ്തുവിദ്യകളുടെ സമന്വയമാണ് നാം ഇവിടെ എല്ലാം കാണുന്നത്. അക്കാലത്തെ മുഗളന്മാരുടെ കെട്ടിടങ്ങളുടേതുപോലെ ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ് താജ്മഹലിന് ചുറ്റുമുള്ള ഈ കെട്ടിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. തെക്കുഭാഗത്തുള്ള വിശാലമായ ചുവന്ന മണൽക്കല്ല് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കവാടത്തിനുള്ളിലൂടെ അകത്ത് കടക്കുമ്പോൾ അകലെ താജ്മഹൽ എന്ന ആ വെണ്ണക്കൽ കൊട്ടാരം കാണാം. ക്ലാസിക്കൽ മുഗൾ ശൈലിയിലുള്ളതാണ് ഈ പൂന്തോട്ടം. നീണ്ട ജലപാതകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ചതുരാകൃതിയിലുള്ള ഭാഗവും നടപ്പാതകളും ജലധാരകളും അലങ്കാര മരങ്ങളും കൊണ്ട് ഇവിടമാകെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഉദ്യാനത്തിൻ്റെ അറ്റത്താണ് പ്രധാനപ്പെട്ട ശവകുടീരം. സഞ്ചാരികളുടെ പാദരക്ഷകൾ ഇവിടെ സൂക്ഷിച്ചിട്ട് പ്രത്യേക പാദരക്ഷകൾ ഉപയോഗിച്ച് വേണം ഇനിയുള്ള യാത്ര. തറയും നടപ്പാതകളും പല നിറങ്ങളിലുള്ള ടൈലുകളും ബ്ലോക്കുകളും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. മുഴുവനും വെണ്ണക്കല്ലിൽ പണിത ലോകാത്ഭുതത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ കൊട്ടാര വാസ്തുശില്പിയായ ഉസ്താദ് അഹമ്മദ് ലഹോറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വാസ്തുശില്പ സമിതിയാണ് ഈ അതിശയ കാഴ്ച വരും കാലത്തിന് സമ്മാനിച്ചത്. അവർ 20,000-ലധികം വരുന്ന തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും വർഷങ്ങളോളം പ്രയോജനപ്പെടുത്തി. ഇന്ത്യയിലെ ഇസ്ലാമിക കലയുടെ രത്നമായും ലോക പൈതൃകത്തിൻ്റെ മാസ്റ്റർ പീസായും കണക്കിലെടുത്ത് 1983
താജ്മഹലിനെ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനകത്ത് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. 75 അടി ഉയരത്തിൽ ഉള്ളിയുടെ ആകൃതിയിലുള്ള മാർബിൾ താഴികക്കുടമാണ് ഏറ്റവും പ്രധാനം. പ്രധാന താഴികക്കുടത്തിനു ചുറ്റും 4 ചെറിയ താഴികക്കുടങ്ങൾ കാണാം. ആഗ്രയുടെ തെക്കുള്ള ഈ കാണുന്ന യമുനാ നദിയുടെ ഈ തീരം ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് ഇവിടെ രാജാ ജയ്സിംഗ് ഒന്നാമന് ഒരു മാളികയുണ്ടായിരുന്നു. ഷാജഹാൻ ഈ സ്ഥലത്തിന് പകരം ആഗ്രയുടെ മധ്യഭാഗത്തുള്ള ഒരു വലിയ കൊട്ടാരം കൊടുത്ത് ഇവിടം സ്വന്തമാക്കി. അങ്ങനെ മുംതാസിനായി ഈ സുന്ദരമായ ശവകുടീരം പണിതു. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടാസ്വദിക്കാൻ കഴിയുക എന്നത് ഏതൊരു ഭാരതീയൻ്റെയും ആഗ്രഹമാണ്. ഞങ്ങൾക്ക് ആ ആഗ്രഹം സാധിച്ചു തന്നത് ഡൽഹിയിലെ ടൂർ അസോസിയേറ്റ്സ് എന്ന കമ്പനിയാണ്. കൂടുതൽ കാഴ്ചാനുഭവങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.